ഹലോ, ഗുഡ് മോർണിംഗ്. ഒരു നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നില്ലേ നമുക്കൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് വീഡിയോ തുടങ്ങാം. ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങളുണ്ടല്ലോ, നമുക്ക് പുറത്ത് നിന്ന് കാണുമ്പോഴേ ഒട്ടും ഭംഗി തോന്നില്ല, പക്ഷെ നമ്മളത് ഒളിഞ്ഞ് നിന്ന് നോക്കുമ്പോൾ നല്ല രസമാണ്. അങ്ങനെ ഒരു സംഭവമാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് നമ്മളിവിടെ ഉള്ള കുറേ സംഭവങ്ങളൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചിട്ട് ഇതൊന്ന് ഭംഗിയാക്കിയെടുക്കാം. അപ്പോൾ ഇതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. കുറച്ച് എന്ന് വെച്ചാൽ ഇതിൻ്റെ വലിപ്പിലൊക്കെ ആകെ കച്ചറയുന്നിട്ടാ. അപ്പോൾ ഓരോ സംഭവങ്ങളാണ്. അപ്പോൾ നമ്മളെപ്പോഴും എൻ്റെ വീഡിയോയിലെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാനെപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒതുക്കി പെറുക്കി വെച്ചിട്ടുള്ള അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതാ ഒരിക്കൽ വായിക്കാടുത്ത പേപ്പർ വായിക്കാതെ തന്നെ അങ്ങനെ വെച്ചിരിക്കുക, ഒരു പെണ്ണിൻ്റെ കഥ എന്നൊക്കെ പറഞ്ഞിട്ട്. വായിച്ചിട്ടില്ല, വായിക്കാൻ വേണ്ടി കൊടുന്ന് വെച്ചതാണ്, പക്ഷെ ഇതുവരെ വായിക്കാൻ സമയം കിട്ടിയില്ല. അത് വേറെ കഥ. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ നമുക്ക് നോക്കാം. ഇത് കുറേ മെഡിസിൻസ്, അപ്പോൾ സുഖമില്ലാതിരിക്കുകയായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ കുറേ മെഡിസിൻസ് അതൊന്നും ഇട്ട് കളഞ്ഞില്ല. ഇത് നമ്മുടെ ഹസ്ബൻഡിൻ്റെ കമ്പനിയുടെ വിസിറ്റിംഗ് കാർഡ്, ഹസ്ബൻഡിൻ്റെ കമ്പനിയില്ല, ജോലി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ വിസിറ്റിംഗ് കാർഡ്, പിന്നെ തലവേദനയ്ക്ക് പരട്ടുന്ന ബാം, പിന്നെ പൗഡർ, കറണ്ട് ബില്ല്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി ഒന്ന് മനോഹരമായിട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ മെയിനായിട്ടുള്ള സംഭവം പറഞ്ഞുതരാം. അപ്പോൾ എല്ലാ കച്ചറി എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇവിടെ ഒരു മണി പ്ലാന്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുവന്ന് വെക്കണം. പിന്നെ നിങ്ങളൊക്കെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ അടക്കി പെറുക്കി വെക്കുന്ന ആൾക്കാരാണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കിതൊക്കെ ഇഷ്ടമാണോ എന്നുള്ളത്. എനിക്ക് പറഞ്ഞ പോലെ എനിക്ക് എല്ലാത്തിനും ഓരോ തോന്നലാണ് കേട്ടോ. വെച്ചാൽ ചില സംഭവങ്ങൾ നമ്മൾ എവിടുന്നാന്ന് മൈൻഡ് ചെയ്യില്ല, ചിലത് നമ്മൾ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയും ചെയ്യും. അതൊക്കെ നമ്മുടെ ഓരോരോ ദിവസത്തിൻ്റെ മൂഡ് പോലെ ഇരിക്കും. അപ്പോൾ ഇന്നിതാ ഇപ്പോൾ ഇത് ഒന്ന് സെറ്റാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. കുറച്ച് ദിവസമായി ഇതൊക്കെ ഒന്ന് സെറ്റാക്കണം എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇന്ന് ഇവിടെയാണ് ഞാൻ ഗാർഡൻ അല്ല പോട്ട് സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് തുടച്ചു. ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറേ സാധനങ്ങളുണ്ട്, അതിലേക്കൊന്നും പോണില്ല. പിന്നെ ഇത് മെഡിസിനാണ്, അപ്പോൾ അത് നമുക്കിതിവിടെ മാറ്റി വെക്കാൻ പറ്റൂല, കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻ ആയതുകൊണ്ടാണ്. അപ്പോൾ അതവിടെ തന്നെ ഇരിക്കട്ടെ. പിന്നെ ഇതൊക്കെ ഇവിടെ മാറ്റാം. അപ്പോൾ ഇത് തുടച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു അടിപൊളി ഒരു ചെടി കൊടുന്ന് വെക്കാം അല്ലേ. അപ്പോൾ ഇതന്നെ മതി ഈ ചെടി, മണി പ്ലാന്റ്. അപ്പോൾ ഇത് റൂമിൻ്റെ അകത്തൊക്കെ വെച്ചാൽ നല്ല പോസിറ്റീവ് എനർജി കിട്ടുന്നൊക്കെയാണ്. ഇത് നെഗറ്റീവ് എനർജി വരാതെ നിങ്ങൾ കൺട്രോൾ ചെയ്യുക, അത്ര തന്നെ ഉള്ളൂ. അല്ലാണ്ട് പോസിറ്റീവ് എനർജി ഒന്നും ഇതുകൊണ്ട് വരുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, ചില സംഭവങ്ങളുണ്ടല്ലോ നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഒട്ടും ഭംഗി തോന്നില്ല. അത് ഞാൻ കാണിച്ചു തരാം. ഒളിച്ച് നിന്ന് നോക്കുമ്പോൾ അതിന് പ്രത്യേക ഭംഗിയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്നിട്ട് ഇപ്പോൾ നമ്മുടെ റൂമിൻ്റെ ജനലിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. കണ്ടോ, ഒരു കിളിക്കൂടുണ്ട്, ഒരു വള്ളിച്ചെടി ഉണ്ട്, നമ്മുടെ ആ മഞ്ഞ പൂവിട്ട സ്റ്റെയറിൻ്റെ മുകളിലേക്ക് പടർന്നു പോയിട്ടില്ലേ, ആ മഞ്ഞ പൂവിൻ്റെ വള്ളിയാണ് കാണുന്നത്. മരമായിട്ടുണ്ട് അത്. പിന്നെ ഇതിങ്ങനെയൊക്കെ ജസ്റ്റൊക്കെ ഒന്ന് നോക്കുമ്പോൾ സത്യത്തിൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല രസമാണ്. നമുക്കിത് ആ ചെടികളും പൂക്കളും ഒക്കെ കാണാം. നല്ലൊരു അടിപൊളി വ്യൂ ആണ് കേട്ടോ. പിന്നെ അതുപോലെ ഇതിൻ്റെ സൈഡിലേക്ക് നോക്കുമ്പോൾ അവിടെ മണി പ്ലാന്റ് ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ, ഒളിഞ്ഞ് നോക്കുമ്പോൾ ഇതിന് കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ഇതിനെ നേരിട്ട് കാണിച്ചു തരാം, അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ മുഖം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോയിട്ട് നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്സൊക്കെ ഇങ്ങനെ ജസ്റ്റ് അവിടെ ഉണ്ട്. നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇതാണ് ആ സംഭവം. റൂമിൽ നിന്ന് നോക്കുന്ന ഭംഗിയൊന്നുമില്ല. പുറത്ത് വന്ന് നോക്കുമ്പോൾ ഇവിടെ എല്ലാം അലങ്കോലമായിട്ട് കിടക്കുകയാണ്. പിന്നെ നമ്മുടെ മരം അങ്ങോട്ടൊക്കെ വളർന്നു പോയിട്ടുണ്ട് കേട്ടോ. മണി പ്ലാന്റ് ഇവിടെ ഒന്നും അറേഞ്ച് ചെയ്ത് വെക്കാത്തത് കൊണ്ടായിരിക്കാം ശരിക്കും പറഞ്ഞാൽ ഒന്നും ഭംഗിയില്ലാത്ത. നമ്മുടെ കിളിക്കൂട് ഒരെണ്ണം, വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു, അതവിടെ താഴെ വീണ് കിടക്കുകയാണ്. എവിടെയോ വീണ് കിടക്കുന്നുണ്ട്. ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അതെടുത്ത് വെക്കാൻ പറ്റിയില്ല.
അപ്പോൾ ദേ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ പുറത്ത് നിന്ന് കാണുമ്പോൾ അകത്ത് നിന്നിട്ട് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ശരിക്കും അതിനെ നേരിട്ട് കാണുമ്പോൾ സത്യത്തിൽ ഒരു രസവും ഉണ്ടാവില്ല. അപ്പോൾ അത് പറയാനാണ് ജസ്റ്റ് ഈ വീഡിയോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്നെ കൂടെ കൂട്ടിക്കാം. താങ്ക് യു.